നടനും മിമിക്രി കലാകാരനും എന്നതിലുപരി ചിത്രകാരൻ കൂടിയാണ് കോട്ടയം നസീർ. താൻ വരച്ച ചിത്രങ്ങളുടെ സമാഹാരമായ ആർട്ട് ഓഫ് മൈ ഹാർട്ട് എന്ന പുസ്തകം രജനീകാന്തിന് കൈമാറിയ സന്തോഷത്തിലാണ് അദ്ദേഹം. ജയിലർ 2 എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് നസീർ പുസ്തകം കൈമാറിയത്. എത്രയോ വേദികളിൽ താൻ അനുകരിച്ച അതേ താരത്തിനൊപ്പം ചെലവഴിച്ച നിമിഷങ്ങളെ പടച്ചവന്റെ തിരക്കഥ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. കോട്ടയം നസീർ തന്നെയാണ് രജനീകാന്തിനെ സന്ദർശിച്ച വിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. ചെറുകുറിപ്പിനൊപ്പം ചിത്രങ്ങളും കോട്ടയം നസീർ പോസ്റ്റ് ചെയ്തു. സ്വപ്നമാണോ ജീവിതമാണോ എന്ന് തിരിച്ചറിയാനായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ വരെ എത്തിച്ച ദൈവത്തിനും മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും നന്ദിയുണ്ടെന്നും അദ്ദേഹം കുറിച്ചു. വർഷങ്ങൾക്ക് മുൻപ് കറുകച്ചാലിലെ ഓലമേഞ്ഞ മോഡേൺ സിനിമാ ടാക്കീസിൽ ചരൽ വിരിച്ച നിലത്തിരുന്ന് സ്ക്രീനിൽ കണ്ട് ആരാധിച്ച മനുഷ്യൻ പിന്നീട് ചിത്രകാരനായി ജീവിച്ച നാളുകളിൽ എത്രയോ ചുവരുകളിൽ ഈ സ്റ്റൈൽ മന്നൻ്റെ എത്രയെത്ര സ്റ്റൈലൻ ചിത്രങ്ങൾ വരച്ചിട്ടു. പിന്നീട് മിമിക്രി എന്ന കലയിൽ പയറ്റുന്ന കാലത്ത് എത്രയോ വേദികളിൽ ആ സ്റ്റൈലുകൾ അനുകരിച്ചു. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം ഞാൻ വരച്ച ചിത്രങ്ങളടങ്ങിയ ആർട്ട് ഓഫ് മൈ ഹാർട്ട് എന്ന ബുക്ക് ജയിലർ 2 സെറ്റിൽ വെച്ച് സമ്മാനിച്ചപ്പോൾ ഓരോ ചിത്രങ്ങളും ആസ്വദിച്ചു കാണുകയും തോളിൽ കൈയിട്ട് ചേർത്ത് നിർത്തി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ സ്വപ്നമാണോ ജീവിതമാണോ എന്നൊരു എത്തും പിടിയും കിട്ടിയില്ല. മനസ്സിൽ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വരെ എത്തിച്ച ദൈവത്തിനും മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി. അല്ലെങ്കിലും പടച്ചവന്റെ തിരക്കഥ അത് വല്ലാത്തൊരു തിരക്കഥയാണ് എന്നാണ് കോട്ടയം നസീറിൻ്റെ കുറിപ്പ്.